നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മനുഷ്യ സ്നേഹത്തിൻ്റെയും അവകാശ പോരാട്ടത്തിൻ്റെയും കഥ പറയുകയാണ് കായംകുളം ചന്ത. ഒരു ഈഴവ യുവതി തൻ്റെ മാറുമറച്ചു എന്നത് വലിയ കുറ്റമാക്കി ചിത്രീകരിച്ച് സവർണ മേധാവികൾ കായംകുളം ചന്തയിലെ ജനക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് അവരുടെ വസ്ത്രം വലിച്ചു കീറി അവളെ ആക്രമിച്ചു. ഈ സംഭവം കേട്ടറിഞ്ഞ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ തൻ്റെ പടയാളികളുമായി കായംകുളം ചന്തയിലേക്ക് വെച്ചു പിടിച്ചു. അവിടെ വെച്ച് സവർണ മാടമ്പിമാർ വേലായുധ പണിക്കരെ വളഞ്ഞു. ആ സമയം അവിടെയുണ്ടായിരുന്ന മുസ്ലിം വ്യാപാരികൾ വേലായുധ പണിക്കർക്ക് സർവ്വവിധ പിന്തുണയും നൽകി. വേലായുധ പണിക്കരുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന മുസ്ലിം വ്യാപാരികളുടെ മുന്നിൽ സവർണ മേധാവികൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. പിന്നീട് അവിടെ നടന്നത് രക്തരൂക്ഷിതമായ ഒരു പോരാട്ടം തന്നെയായിരുന്നു. 1859 നടന്ന ഈ ലഹളയിൽ അനീതിക്കെതിരെ പോരാടുക, അടിച്ചമർത്തപ്പെടുന്നവരുടെ പക്ഷത്ത് നിൽക്കുക എന്നിത്യാദി മതകീയ മൂല്യങ്ങളാണ് മുസ്ലിം വ്യാപാരികളെ വേലായുധ പണിക്കർക്ക് പിന്നിൽ അണിനിരക്കാൻ പ്രേരിപ്പിച്ചത്. പണിക്കരുടെ വളർച്ചയിൽ ഭയം കൊണ്ട സ്വന്തം സമുദായത്തിലെ ചിലരും അധികാരികളും ചേർന്ന് വേലായുധ പണിക്കരെ വഞ്ചിക്കാനാണ് ശ്രമിച്ചത്. ഇത്തരം ഉദ്യമങ്ങളൊക്കെ വേലായുധ പണിക്കരുടെ പോരാട്ട വീര്യത്തെ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. വേലായുധ പണിക്കരും ഏതാനും സഹോദരങ്ങളും ഈ ലഹളയിൽ പ്രതി ചേർക്കപ്പെടുകയും ചെയ്തു. തിരുവിതാംകൂർ അന്ന് ജാതീയ വിവേചനങ്ങളുടെ ഇരുളിലായിരുന്നു. തിരുവിതാംകൂറിൽ അന്നുണ്ടായിരുന്ന ബ്രിട്ടീഷ് മിഷണറിമാരുടെ രേഖകളിൽ ഈ സംഭവം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ലണ്ടനിലെ മിഷണറി സൊസൈറ്റികൾക്ക് അയച്ച കത്തുകളിൽ ഈ സംഭവം വളരെ പ്രാധാന്യത്തോടു കൂടി വിവരിക്കുന്നുണ്ട്. ജാതീയതക്കും വംശീയതക്കുമെതിരെ മനുഷ്യൻ എന്ന വികാരമാണ് കായംകുളം ചന്തയിൽ ഉടലെടുത്ത ലഹളയിൽ മുഴച്ചു നിന്നത്.